നമ്മൾ പ്രവാസികള് ഒട്ടുമിക്ക ആൾക്കാരും ഗൾഫിൽ ഇരുന്നുകൊണ്ടാണ് പാസ്പോർട്ട് പുതുക്കുന്നുള്ളത്. ചില സമയത്ത് നമ്മൾ അറിയാതെ ചില പണികൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോ ഒന്ന് രണ്ട് ആൾക്കാർക്ക് സംഭവിച്ചത് കൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത്. നമ്മളിവിടെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞെങ്കിൽ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അപ്പൊ നമ്മളുടെ അറിവിൽ നമുക്ക് കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ക്ലിയർ ആയിരിക്കും. ചില ആൾക്കാര് നമ്മളുടെ അഡ്രസ്സിലല്ലാതെ മറ്റു പുറമെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഈ അഡ്രസ്സിലല്ല വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് എങ്കിൽ നാട്ടിൽ നമ്മളുടെ വീട്ടിലേക്ക് അതിന് സമൻസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അത് ഇങ്ങനൊരു നമ്മുടെ പേരിൽ ഒരു പരാതി കൊടുത്തത് നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ അറിയുന്നത് ഇങ്ങനെ ഈ പാസ്പോർട്ടൊക്കെ പുതുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അറിയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ പാസ്പോർട്ടോ കാര്യങ്ങളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പേരിൽ കേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. സ്വാഭാവികമായിട്ട് നമുക്ക് കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് പുതുക്കി കിട്ടിയില്ല. പിന്നെ നമ്മളുടെ കേസ് ഏത് കോടതിയിലാണോ ആ കോടതിയിൽ നിന്ന് ആ ജഡ്ജി നമുക്ക് 2 വർഷത്തേക്ക് താൽക്കാലികമായിട്ട് പുതുക്കാനുള്ള പേപ്പർ തന്നെങ്കിൽ മാത്രമേ ഇവിടുന്ന് പാസ്പോർട്ട് പുതുക്കിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് അല്ലാത്ത പക്ഷം ഇവിടുന്ന് എംബസി നമുക്ക് കൊടുത്ത പാസ്പോർട്ട് നമുക്ക് തിരിച്ചു തരത്തില്ല. പിന്നെ തരുന്നത് വൈറ്റ് പാസ്പോർട്ട് ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ നാട്ടിലേക്ക് കയറിയിട്ട് പോകേണ്ടി വരും, പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലെങ്കിൽ.